നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മൂന്നാർ എത്തി. നമുക്ക് റോഡ് സൈഡിൽ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ടാലോ. ഹായ് പറഞ്ഞോ അച്ചു. It don't matter where we go, it don't matter where we stay tonight, 'cause when I'm with you, yeah, I know everything will be alright. It don't matter what we say, it don't matter how we make things right, 'cause when I'm with you, yeah, I know everything will be alright. When I'm with you, everything will be alright. When I'm with you. It don't matter where we go, it don't matter if we lose it all, 'cause when I'm with you, yeah, I know everything will be alright. It don't matter if we fall down into the darkest place we know, 'cause when I'm with you, yeah, I know everything will be alright. When I'm with you, when I'm with you, everything will be alright. When I'm with you. സോറി കൊല്ലണ്ട ഉണ്ടോ എന്താന്നറിയോ അവിടെ നോക്കല്ലോ അവിടെ കത്തിയിട്ടുണ്ടോ ഓക്കെ കഴിച്ചോ അച്ചു.
മൂന്നാർ എത്തി. നമുക്ക് റോഡ് സൈഡിൽ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ടാലോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് അച്ചു എങ്ങനെയുണ്ട്? സൂപ്പറാ. ഒരാൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കിട്ടിയോ? ചായ കിട്ടിയോ? ഓക്കെ. ഏതാ പറഞ്ഞു തന്നിട്ട്? ഇഞ്ചിയോ? ഇത് ഏതാ ഫ്ലേവർ? മിന്റോ. ഓക്കെ. അച്ചു എങ്ങനെയുണ്ട്? അച്ചുവിന്റെ സ്പേസ് സൂപ്പറാ. അച്ചു കുട്ടാ ഉറങ്ങുവാണോ? അയ്യോ സൂപ്പറാണോ കിടക്ക? മൂന്നാർ ഇപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, അതിന്റെ കൂടെ ഒരു ചൂട് ചായയും. അടിപൊളി വൈബാണ്. കൊടൈക്കനാൽ പോകുന്ന റൂട്ടിലാട്ടം നിൽക്കുന്നത്. ഞങ്ങള് തേനി വഴിയാണ് മൂന്നാറിന്ന് ഇങ്ങോട്ട് വന്നേ. അപ്പോ വിശന്നു, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അച്ചു കളിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല അപ്പോഴത്തേനും. ഇപ്പൊ സമയം 5 മണിയായി. എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കാട്ടോ.
കഴിച്ചോ കഴിച്ചോ. ചായ തിന്നதுக்கு அப்புறம் எப்படி இருக்குன்னு சொல்லுங்க. ഓക്കെ പറ എങ്ങനെയുണ്ട്? ചമ്മന്തി കുറേ ഉണ്ട്. കുറേ ചമ്മന്തി നീ കഴിച്ചില്ലല്ലോ. കഴിക്കേണ്ടത് സൂപ്പറായി. അപ്പൊ നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മൾ നെയ് റോസ്റ്റ് ആണ് പറഞ്ഞത്. നല്ല അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി അതിന്റെ കൂടെ ഒരു മിന്റ് ലീവ്സിന്റെ ചട്നി കിട്ടി, അത് സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ സൈഡായിട്ട് 2 പൊറോട്ട കൂടിയും കഴിച്ചു. പിന്നെ ഇത് രണ്ടാമത്തെ ചായയാണ്, കാരണം ചായ കിട്ടിയത് ഈ ചെറിയ ഗ്ലാസ്സിലാണ്. അപ്പം നമുക്ക് ആർക്കും അത് മതിയായില്ല, അപ്പോൾ ഇത് രണ്ടാമത്തെയാണ്. അപ്പോൾ ഈ വഴി കൊടൈക്കനാൽ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യാണ്. ശ്രീ ബാലാജി ഭവൻ സൂപ്പറാണ്. നല്ല ഫ്രഷ് ഫുഡാണ്. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി അവർ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് കയറി നോക്കാം ഈ വഴിക്ക് പോകുമ്പോൾ. നമ്മുടെ വണ്ടിക്കാണ് ഫൈനലി നമ്മളൊരു 8:30 ആയപ്പോൾ നമ്മൾ എത്തിയിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ഇരുട്ടായി. നമ്മൾ ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു. ദൈവം സഹായിച്ച് സേഫായിട്ട് എത്തി. നമുക്കിവിടെ ഒരു 2 ബെഡ്റൂം ആയിട്ടുള്ള ഒരു വില്ലയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. 2000 ആണ് റെൻറ്റ്. നമ്മൾ രാവിലെ 10 o'clock നമ്മളത് ചെക്കൗട്ട് ചെയ്ത് കൊടുക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. അച്ചു ഇഷ്ടപ്പെട്ട റൂമൊക്കെ? മെയിനായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ബാത്റൂമും ഉണ്ട്. ഓക്കെ, താങ്ക് യു. കിട്ടില്ല അച്ചു? ഹാപ്പി ആയോ? കൂൾ ഗുഡ് മോർണിംഗ് ഫ്രം കൊടൈക്കനാൽ. ഞാൻ നമ്മുടെ ഒരു ട്രാവലിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ഒരു 6 മണിക്ക്, പുലർച്ചെ 6 മണിക്കാണ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൂന്നാർ പിടിച്ചു. മൂന്നാർ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്കാണ് വന്നത്. കൊടൈക്കനാലിൽ നമ്മളൊരു 8:30 ആയപ്പോഴത്തേനും നമ്മൾ റൂമിലെത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഞങ്ങളുടെ ഫുഡിന്, അതുപോലെ തന്നെ ഒരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു ഇവിടെ കൊടൈക്കനാലിൽ ഒരു കയറുന്ന സമയത്ത്. അതുപോലെ തന്നെ ടോള് എല്ലാം കൂടി നമുക്ക് വന്നത് 6860 രൂപയാണ്. അതൊരു എസ്റ്റിമേറ്റ് ബില്ലാണ്. നമ്മളിപ്പോൾ മൂന്നാർ ഒത്തിരി നമ്മളങ്ങനെ എക്സ്പെൻസീവായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, ആ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുബായിൽ നമുക്കുള്ളത് തന്നെയാണ് ഈ ഹോഴ്സ് റൈഡിങ്ങും ബോട്ടിങ്ങും ഒക്കെ. അതുകൊണ്ട് നമുക്ക് അത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മളതൊന്നും ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ചും കൂടിയും സ്പെൻഡ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു നമ്മുടെ ഒരു ഡീസൽ അടിച്ചതും ഫുഡും എല്ലാം കൂടെ നമുക്ക് വന്നത് 6860 രൂപയാണ്. പിന്നെ
എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും തന്നെ ട്രാവൽ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ടാബ്ലറ്റ്സ് ആയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പെയിൻ കില്ലർ അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊതുവേ ഞങ്ങൾ ആരും അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാരല്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജേണിയിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഞങ്ങളുടെ മോനുണ്ട്, പിന്നെ ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണറാണ് രാജു, ബ്രദറിനോയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺ വെഹിക്കിളിലാണ് വരുന്നതെങ്കിൽ ഫ്യൂൽ എപ്പോഴും ഉണ്ടായിരിക്കുക, എപ്പോഴും ഫുള്ളായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ പിന്നൊക്കെ കയറുന്ന സമയത്ത് ഗ്ലാസ്സൊക്കെ കയറ്റിയിടാം. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഞങ്ങളൊക്കെ കയറിയത് നൈറ്റ് ടൈം ആയിരുന്നു, കുറച്ച് ടെൻസ്ഡായിരുന്നു. അപ്പോൾ അങ്ങനെ സേഫായിട്ട് വരിക. പിന്നെ വണ്ടി നല്ല കണ്ടീഷനിലായിരിക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം വണ്ടിക്ക് പറ്റി നമ്മൾ ടെൻസ്ഡ് ആവും, നമ്മുടെ ആ ഒരു യാത്രയുടെ ഫ്ലോ അങ്ങ് പോകും. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, നമ്മൾ വിചാരിച്ച സമയത്ത് എത്താൻ പറ്റില്ല, അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടി നല്ല കണ്ടീഷനായിരിക്കണം. ഓക്കെ, രാജു ആണ് കേട്ടോ നമ്മുടെ എല്ലാ റൂട്ടൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്ന ആള്. സുജേട്ടാ പറ, എങ്ങനെയായിരുന്നു? കംഫർട്ടായിരുന്നോ? കുഴപ്പമില്ല, റൂമൊക്കെ നല്ല റൂമാണ്, യാത്രയും കുഴപ്പമില്ല. വണ്ടിയൊക്കെ നല്ലോണം ചെക്ക് ചെയ്യാം രാവിലെ എല്ലാവരും എത്തുമ്പോ. ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എന്റെ വണ്ടിയില് ഓയിൽ കുറവുണ്ടായിരുന്നു, റേറ്റിട്ടുള്ള വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് പോണം. ഓക്കെ, രാജുവിന് എന്തെങ്കിലും പറയാറുണ്ടോ? നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ എന്താ? എവിടേക്കാണ്? ഒന്ന് കറങ്ങണം ഫുള്ള്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോ സ്വന്തമായിട്ട് വണ്ടിയിൽ വരുന്നതാണ് ഏറ്റവും കംഫർട്ട് ടൂറിസ്റ്റ് ബസ്സിനേക്കാളും? അത് ഡിപ്പെൻസ് ആണ്, അത് ഓരോരുത്തരുടെ സാഹചര്യമാണ്. ഇപ്പൊ ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ സ്വന്തമായിട്ട് വണ്ടിയിൽ വരാന്നുള്ളത്, അല്ലേ? അതൊക്കെ സാഹചര്യമാണ്. പക്ഷെ നമുക്കിപ്പോ കംഫർട്ട് നമ്മുടെ വണ്ടിയിൽ വന്നതാണ്. ഫാമിലിയായിട്ട് വരുമ്പോ നിർത്തി വരാം, വാഷ്റൂമെല്ലാം പോവാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാം, ഇതുപോലെ സാധാരണ ചായ കുടിക്കാം. വണ്ടി എപ്പോഴും ചെക്ക് ചെയ്ത് കണ്ടീഷൻ ആക്കി വെക്കണം, അതാണ് ഇമ്പോർട്ടന്റ് കാര്യം, അല്ലേ? വണ്ടി മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇന്നലെ രാത്രി ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ വണ്ടി ഇൻസൈഡ് എടുക്കുന്നുണ്ട്. ഭയങ്കര സേഫ്റ്റി ആയിട്ട് തോന്നി, കാരണം ഗേറ്റ് ഒക്കെ വെച്ച് നമുക്ക് നല്ല സേഫായിട്ട് വണ്ടി പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പം ഞങ്ങൾ അതിലൊക്കെ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ ട്രാവൽ ഫുള്ള് നമ്മുടെ മഹേന്ദ്ര സ്കോർപ്പിയോ ആണ്, ഡീസലാണ്. അപ്പോൾ എക്സ്പെൻസിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ, പെട്രോൾ വണ്ടി വെച്ച് നോക്കുമ്പോൾ. കൊടൈക്കനാലത്തെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിലായിരിക്കും വരിക. അപ്പോൾ അതുവരേക്കും ബൈ. ചട്ടി സാമ്പാറൊക്കെ